യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38-ാം സങ്കീർത്തനം 9-ാം വാക്യം. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുൻപിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നുമില്ല. നമ്മുടെ വേദന പ്രകടിപ്പിക്കുവാൻ കഴിയാത്തപ്പോൾ പോലും ദൈവം നമ്മെ കാണുന്നുണ്ട്. നമുക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളുടെ നിശബ്ദ ഞെരുക്കങ്ങൾ അവൻ കേൾക്കുന്നു. മറ്റുള്ളവർക്ക് കാണുവാനും കേൾക്കുവാനും കഴിയാത്ത അവസ്ഥയിൽ പോലും ദൈവം നമ്മെ അറിയുകയും കാണുകയും ചെയ്യുന്നു. ഇവിടെ ദാവീദ് പറയുന്നു, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിൻ്റെ മുൻപിലുണ്ട്. ദാവീദ് സംസാരിക്കുന്ന മുമ്പ് തന്നെ ദൈവത്തിന് അവൻ്റെ ഹൃദയത്തിലുള്ളത് അറിയാമായിരുന്നു. ആളുകൾ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കാം, സുഹൃത്തുക്കൾ നമ്മെ കാണാതിരിക്കാം, എന്നാൽ ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നു. വാക്കുകൾ പറയാൻ കഴിയാതെ വരുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ വായിക്കുന്നു. എൻ്റെ ഞെരുക്കം നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല എന്ന് ദാവീദ് ഈ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞരക്കം കരച്ചിലിനേക്കാൾ കൂടുതലാണ്. അത് കഷ്ടത്തിലായ ആത്മാവിൻ്റെ ശബ്ദമാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ കണ്ണുനീർ പ്രാർത്ഥനകളാണ്, നമ്മുടെ നെടുവീർപ്പുകൾ ആരാധനകളാണ്, നമ്മുടെ മൗനം വിശ്വാസവുമാണ്. കാരണം നമ്മുടെ ബലഹീനതകളിൽ നാം ദൈവത്തിങ്കൽ തന്നെ ആയിരിക്കും. നമ്മേക്കാൾ നന്നായി നമ്മെ അറിയുന്നവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മെ അറിഞ്ഞ് നമ്മെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ബലഹീനതകളിൽ നിന്നിൽ അഭയം കണ്ടെത്തുവാൻ സാധ്യമായി തീരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.